Praise the Lord. Greetings to you all in the most precious name of Lord and Savior Jesus Christ. ഇങ്ങനെ യൂത്ത് സൺഡേ പ്രോഗ്രാമായിട്ട് നമ്മൾ ചർച്ചയായിട്ട് വരുവാൻ ദൈവം തന്ന നല്ല സാഹചര്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. Without any delay, let's start with our program. The first is prayer by Brother Jason Davis here. Almighty Father, Heavenly Lord, come to the presence this morning after our Sunday worship, Lord, for our youth Sunday meeting, O Lord. Bless the chairperson to lead the meeting, O Lord. We pray for each and every program, Lord, to help all the children and the youngsters to conduct their programs well, O Lord. We pray for the network issues, O Lord. Our programs should not suffer any interruptions, Lord. We submit each and every one of us into your hands. May this program be a great success, O Lord. In the name of Almighty, we pray, amen. Okay, the next is Solo by Angel and James. Praise the Lord. യേശുവേ നാഥ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. യേശുവേ നാഥ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. മുറ്റോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുറ്റോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. നിൻ സ്നേഹത്തിന്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും അറിയുവാൻ കൊതിയായിടുന്നേ. നിൻ സ്നേഹത്തിന്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും അറിയുവാൻ കൊതിയായിടുന്നേ. മുറ്റോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുറ്റോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. Okay, thank you, Ammu, for a beautiful song. The next is introduction. I don't want to delay much as we have already been delayed. പിന്നെ മലയാളം പറഞ്ഞു വരുമ്പോൾ ഇടയ്ക്ക് ഇംഗ്ലീഷും കൂടെ വരും. ദാറ്റ് ഈസ് ഞങ്ങളുടെ ഒരു കുഴപ്പം. അപ്പം എല്ലാവരും ക്ഷമിക്കണം. ഇൻ കേസ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ക്ഷമിക്കണം എന്ന് ആദ്യമേ ഓർപ്പിക്കുന്നു. പിന്നെ ബൈബിളിൽ നിന്ന് ഒരു വാക്യം വായിക്കുന്നു. ഫ്രം എക്ലേഷ്യാസ്റ്റസ് ചാപ്റ്റർ 12 വേഴ്സസ് 1. Remember your Creator in the days of your youth, before the days of trouble come and the years approach when you will say, I find no pleasure in them. ഈ വാക്യത്തെ ബേസ് ചെയ്ത് പിന്നെ ഒരു 5 minutes ഇൻ കേസ് നമുക്ക് സമയം ലാസ്റ്റിൽ കിട്ടുവാണെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നു. സോ ലെറ്റ്സ് പ്രൊസീഡ്. The next is Action Song by Leah Moll and Dia Moll. അൺമ്യൂട്ട് ചെയ്യണേ, കേൾക്കുന്നില്ല. Thank you.
Thank you, Leah and Dia, for beautiful dance. Dance സക്കായിയുടെ കുറിച്ചായിരുന്നു അല്ലേ? Okay, very good, very nice performance. The next is solo by Sister Feba Stanley. Praise the Lord. ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം എൻ മനസ്സിൽ നീണാൽ വാഴണം ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം എൻ മനസ്സിൽ നീണാൽ വാഴണം യേശുനാഥ ഒരു ശിശുവായി എന്നെ നിന്റെ മുൻപിൽ നൽകിടുമ്പോൾ എൻ പാപമേതും മായിച്ചു നീ ദുഃഖഭാരമെല്ലാം മോചിച്ചു നീ ആത്മാവിൽ നീ വന്നേരമെൻ കണ്ണീരു വേഗം ആനന്ദമായി ആത്മാവിൽ നീ വന്നേരമെൻ കണ്ണീരു വേഗം ആനന്ദമായി ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം എൻ മനസ്സിൽ നീണാൽ വാഴണം ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം എൻ മനസ്സിൽ നീണാൽ വാഴണം. താങ്ക് യു. Thank you, Chechi, for a nice melodious song. A very old song and so beautifully sung by her.
The next is also another song coming up. That's Brother Larson Matthew. Praise you. നിൻ സ്നേഹത്താൽ എന്നെ മറയ്ക്കണേ എന്നീശുവേ, നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ എന്നീശുവേ, നിൻ സ്നേഹത്താൽ എന്നെ മറയ്ക്കണേ എന്നീശുവേ, നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ എന്നീശുവേ, നിൻ സാന്നിധ്യം എന്നെ നടത്തണേ എന്നീശുവേ, അങ്ങ് ദർശിപ്പാൻ എനിക്കാവണേ എന്നീശുവേ, യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ, യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ, യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ, യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ, എന്നെ മുറ്റും നീ കഴുകണമേ എന്നീശുവേ, നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ, എന്നെ മുറ്റും നീ കഴുകണമേ എന്നീശുവേ, നിന്നോട് ചേർന്ന് ജീവിപ്പാൻ ഇടയാക്കണേ, എന്നിലെ ദുഃഖങ്ങൾ എന്നിലെ വേദന നിന്നോട് ചേരുമ്പോൾ ഉരുകി മാറും, എൻ ബലഹീനത എൻ പാപരോഗങ്ങൾ നിന്നെ വസിക്കുമ്പോൾ മറന്നു പോകും, യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ, യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ, യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ, യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ, എന്നെ മുറ്റും നീ കഴുകണമേ എന്നീശുവേ, അങ്ങോട് ചേർന്ന് ജീവിപ്പാൻ ഇടയാക്കണേ, എന്നെ മുറ്റും നീ കഴുകണമേ എന്നീശുവേ, അങ്ങോട് ചേർന്ന് ജീവിപ്പാൻ ഇടയാക്കണേ, എന്നെ മുറ്റും നീ കഴുകണമേ എന്നീശുവേ, നിന്നോട് ചേർന്ന് ജീവിപ്പാൻ ഇടയാക്കണേ. Very good singing, Larson. The next is by Aaron Denny, instrumental music. Praise the Lord.
Thank you, Aaron. Very nice playing. So, Aaron is our rising star of our church now. Okay, it was only Larson first playing. So, we have more people playing keyboard coming up. Thank you, Aaron, for that. And Sunday school students, can I guess that song? 2 weeks back, we learned that song, right? Any Sunday school student? Very good. And that is Joshua saying, right? Joshua illa parne? Yes. Yes, very good. Very nice. The next is story by Austin Josie. Praise the Lord. Once upon a time, there lived many bees in a honeycomb. One day, the bees were flying. Bingo the bee crashed to another bee. Bingo got angry and shouted at the bee. Bingo decided to sit on a leaf all day. Then the bees went for a flower hunt. Bingo said, I will sit on this leaf all day. Then the bees went for a race. But Bingo said, I am very angry. I will sit all day on this leaf. Then they went for flying. But Bingo said, I am very angry. I will sit on this leaf all day. Then in the evening, they went to put the honey into the honeycomb. But Bingo said, I am very angry. I will sit on this leaf all day. Then Bingo got very sad and thought, if I would forgiven the bee, I would be happy. Then Bingo the bee went to the another bee and forgiven him. The moral is we have to forgive each other as Jesus told to Peter. Matthew 18 verses 22. Jesus said to him, I do not say you 7 times, but 70 times 7. Thank you. Okay, thank you, Austin, for this beautiful story, very reflective story. It was on forgiveness. एल्लारुको मनसलायन विश्वसिकिनो क्षमा माफ़ी हिंदी में हम बोलते कि माफ़ी है ना. अगर किसी ने गलती किया हमसे, हमको क्या करना है, उनसे कभी ना कभी तो माफ़ी करना ही है, माफ़ करना ही है. जैसे यीशु अपचा ने हम लोग क्या सिखाया है, माफ़ करना है. उन्होंने इतना बड़ा बोझ, हमारा बोझ, पापों का बोझ लेके हमको माफ़ किया है अपने लहू को बहा के. ओके, द नेक्स्ट इज स्पीच बाय जोएल बिजू, अ प्रसंगम. ओके, गेट रेडी एवरीबॉडी. Praise Lord. Greetings to all in the matchless name of Lord and Savior Jesus Christ. As today is our Youth Sunday, I would like to share a short message. I would like to turn your attention to 2 Peter 1 verses 10. Therefore, my brothers and sisters, make every effort to confirm your calling and election, for if you do this thing, you will never be stumbled. God knows before the foundation of the world the choices that every people or every human being will make regarding their salvation. Even God knows yours and mine. Even God knows yours and mine choices before we were born. God has given many choices to choose their eternal destiny, either to accept Jesus Christ or to regret Jesus Christ, who died on the cross for our sins and rose again. God has given many choices for salvation.
It is upon us that which one we choose. God elects everyone by faith to choose and to have trust in Christ. So we should have a trust in Christ, we should have a trust in Christ, because God has chosen us. Do you know why does God has chosen us? To do His will and to walk in His way. We who God know would accept all His free gift of salvation and became called the moment when we first believed in the Son of Man. God chosen us because we believe in Him. We are saved by God, by Christ. We are sealed by His blood. We are the chosen people. In this verse, it is saying that of our election and calling are fused together as one unit. In this verse, it is saying about our election and calling. We believe in God, so that's why God has chosen us. We should be more eager about our election and calling. We should have a concern in our heart. We should have a secure in our heart about our election and calling. Is it firm? If we are firm in Christ, we will not doubt God's word or God's will because about the salvation, because we are the chosen people. We should have trust in God. In nowadays, in modern world, nowadays the youngsters are addicted to social medias, mobile phones, etc., and they are misleading to self-isolated, depression, etc. So, as we youngsters, we should not be like that. We should do God's will. Nowadays, devil is grabbing the time of nowadays youngsters to social medias and to another wrong things. But we should know the plan of God. We should walk according to God. We should lead a prayerful life. We may have many problems in our life. We may have many troubles that we cannot say our parents or siblings or anybody. But we can say to our God, because He is our provider. He will give us a way. We should be confident in our prayer. In Colossians 3 verses 2, it is saying that set your mind on things above, not on earthly things. We should be a role model to everyone by not doing by not doing worldly thing, but by doing the plan of God, the will of God. In society, many people may see us. By seeing us, the people should say, this is the child of God. We should do the plan of God, and we should lead a prayerful life. We should have a personal contact with God. In Matthew 7 verses 7, it is said that ask and it will be given to you. Seek and you will find. Knock the door and it will be opened to you. When we will ask, you will get it. So we should have a faith in our prayer. We should have a hope in our prayer that God will hear our prayer and He will answer our prayer. Having been saved by faith, let us confirm our election and calling. We should secure our election and calling. If we are secure about our election and calling, we will not be stumbled. We should walk in God's path, in the unchanging word of God. We should be holy and we should walk according to God. So my dear brothers and sisters, I would like to conclude my speech that we should not walk according to worldly people. We should walk according to God's child. We should have a secure about our election and calling. From may this word, may God bless you all. Thank you. Thank you, Joel, for this powerful message. Yeah, we need to be sure about our calling, right? If we know what our calling is, we can go straight. God will make our path straight. The next is duet song by Sneha and Stephen Johannan. Praise the Lord. Hide me now under your wings. Cover me within your mighty hands. When the ocean rise and the roar, I will soar with you above the storm. Father, you are King upon the throne. I will still know you are God. I will still know you are God.
knows power in quietness and trust. When the ocean cries and dawn will roar, I will soar with you above the storms. Father, you are King of all the floods. I will be still, know you are God. I will be still, know you are God. When the ocean rise and thunder roar, I will soar with you above the storms. Father, you are King over the flood. I will be still, know you are God. I will be still, know you are God. Thank you. Thank you, Stephen and Sneha. Very nice song. The next is a story by Sister Merlin Saji. Praise the Lord. Greetings to all in the most loving name of our Lord and Savior Jesus Christ. So today I will be sharing with you all an ancient story. Basically, during the period after First World War, this was the incident that had occurred during that time. Okay, so what happened was there was a family, and that family was very spiritual. And on Sundays they used to go to church. So on their way, they used to always offer food or any sort of gifts to the beggars who were down the streets. Okay. So they used to always give some kind of gifts or which are beneficial for those beggars. So they used to give those gifts to them, and they used to go for their fellowship and come back. So one fine Sunday, they were distributing certain gifts to those beggars, and they were very surprised to see a very young boy. His age was approximately 6 to 7 years, and he was begging for alms. Okay. So the boy was very frail, very vulnerable, very malnourished. Like during that time, a young boy begging was a very big thing. Nowadays, it's okay. We have seen many people begging for alms and all, like small children, especially. So they were very astonished, and they felt it very pity enough, and they were very sad. I apologize for the construction sound, which is going there. If you all cannot hear me, please do interrupt and please do let me know about it. So coming back to the story. So they were very, pity. They were having so much of pityness, and they were very sad to see a very young boy at this age begging. So then they gave that food or that gift item to that person, to that young boy, and they went to church. And on their way back coming, they saw this boy again, this young boy, and the family decided to talk with that boy, to know. They were very curious why he was begging at this age, instead of doing his education and all of that stuff. Why did he, opt for begging? And did he have any family members like that? They were very curious about it. So the family decided to take that boy to the park beside the street. So there was a park, and they went there, and the family started asking this young boy, like, dear, why did you, started begging? How many, do you have any family members, or till how much standard did you study? This is a normal thing, human tendency to ask certain things, right? So they asked all these questions. And so the boy, he narrated a story saying that his family was actually very rich, but during the First World War, all of their, properties, their shares, everything was, disrupted because of this war, and they lost their families and their loved ones. But his parents and his sister was there, and also his sister was suffering from a deadly condition, which is leukemia. And you all know that it is a very deadly disease, and it requires so much of, financially supportive is required. Like financially, they need to be very independent. But during that time, they were not able to afford it. So then that his young sister, she died because of leukemia and because of lack of medical facilities. And then the boy and their parents were shifted to a rental apartment, which was given by that time. The head people were there. They were given, the Hitlers during that time, they gave
the people who had lost their homes, they were given a rental apartment. So the family thought like, how will I afford this young boy? Like my son, how will I afford him? How will I afford his expenses, his education? So they abandoned him. And so because he was abandoned, he was, thrown out of the house, and he had no other options. Neither he was educated enough or nor he was fit for any job. So he started begging. This was his story that he told to the family, and the family was very, sad, and they were very astonished about it. And what happened was the family decided to adopt this child. Okay, so they went through different procedures. They adopted this child. They named him Jack. Okay, and they gave him good education, good career, and all that was required for him was given by this family who adopted him. Okay, so this was a very basic story, and this child is none other than Jackson Morrison. He is the main person in psychology. He's not that famous enough, but I do have heard about him, and he is a very successful person now, and he owes his success only to his adopted parents, who were like God for him and protected him. So the story is very basic and very simple, without any twist or climax as such. But the main motive behind the story, or the story behind this story was, or the purpose that I took this story was, see, there are two things that by the reason why I have taken this story. Number one is that tough times do exist in our life, okay, and they are temporary, but tough people will be there permanently. So tough times are always gonna be there for a little time, or say for about 2 to 3 months. It's depending. It's not, we cannot measure it. It's not attainable. So always remember that you never need to be disheartened about the time or about the thing like, why God, what I've done wrong, to give me such a difficult time in my life, and not to be disheartened or grumble to God, because God wants you to mold yourself into a better version than ever before, and lead a life spiritually. Also, the number 2 moral that I would like to emphasize is that if you are willing, God can use you to be someone else's prayer. See, you need to be a helping hand to others, be united enough with others. For example, in our church itself, fellow members of us, we need to be united rather than being back-offing or, rather than gossiping about things. If we unite together, we can conquer the whole world. We can conquer the world, Christianity, and be united together in Christ. So from this, I would like to conclude the story. I hope this was understood by you all, and you could imbibe this in your day-to-day life. Thank you so much. May God bless you all. Thank you, Merlin. As she said, it was a basic story. It was not a basic story. The whole lot of things that changed Jack's life is a big thing, right? For him as well as for the world. The same way, whatever little that we have, give it to Jesus. He will make big out of it, right? The next is Solo by Joanna Samson. I think network issues on the. Anyways, let us see the next one. So later on, she can try again. Okay, the next is a speech by Sister Anita Sargent. Praise the Lord. I greet you all in the name of our Lord Jesus Christ. First of all, I would like to thank Almighty God that I could be in the midst of all of you and speak from the Word of God. And I would like to thank Pastor Uncle and also the youth members for encouraging me to speak from the Word. So without any delay,
I would like to speak from the word. Before that, I would like to say that I'm not worthy of saying any of these things, but I humble myself into my God's presence, and I pray that whatever I speak comes from the Spirit and not from my human thoughts or words. So without delay, I would like to start. How do we shine as light in this world? So I would like to segregate it as three different topics. Before that, I would like to read a verse from the Bible, that is from Philippians chapter 2, verses 12 to 16. It is Philippians chapter 2, verses 12 to 16. Therefore, my beloved, as you have always obeyed, not as in my presence only, but now much more in my absence, work out your own salvation with fear and trembling, for it is God who works in you both to will and to do for his good pleasure. Do all things without complaining and disputing, that you may become blameless and harmless, children of God without fault in the midst of a crooked and perverse generation, among whom you shine as light in the world, holding fast the word of life, so that I may rejoice in the day of Christ, that I have not run in vain or labored in vain. So I would like to segregate it as three. First of all, to give a quick background about this, Paul is writing this to his fellow church members from the prison, and he's saying that the church has been really obedient, and even without his presence, they have been obedient. So this is a little bit difficult. Are we obedient in front of the way we are in front of our pastors, or in front of our parents, or in front of church? Are we the same way in front of everyone? So first of all, we need to make sure that we are the same wherever we are. It's not just because we are among the church or among our fellow parents or school. Wherever you are, you need to be the same. You shouldn't have a different face, like one place you are something and the other place you are other. That doesn't work that way. So Paul is saying that he's saying that the fellow to his church, that you have been obedient and you have been similar everywhere. And but also he's mentioning that to work out your own salvation with fear and trembling. So what does workout mean? For us, when we hear about workout, is more of gym, right? So workout, people spend a lot of money in gym. They keep doing cardios, not just eating, but also drinking a lot of protein shakes and all. So we cannot build our own body without working out every day. If at all we do exercise one day and the other day we are not doing it, it doesn't work that day. People work out every day. You need to exercise every day to keep our bodies built, right? So in the similar way, Paul is saying to work out for our own salvation, and it is not for someone else's salvation, it is for ourselves. So to work out for ourselves, we cannot battle another people's fight. We need to fight our own battles. We cannot keep, just because our parents are praying for us, it doesn't work that way. We need to exercise in what way? We need to read the Bible, we need to meditate on his word, we need to pray for ourselves and also the church. So we need to make a habit of exercising by talking to the God and preaching it by praying. So these are how do we work out. It is not just work out, but also it is said, for it is God who works in you. So when it goes hand in hand, like when you work out, you not just lift up a lot of weight, but also drink the protein. Similarly, we not just read the Bible and leave it that way, but we also practice, demonstrate, and exhibit the salvation which we believe in Christ. So the second thing that I would like to see is attitude. So in attitude, it is said that do all things without complaining and disputing. And this is little bit difficult, not little bit, it's very much difficult, because it's not just that we complain or keep grumbling about
just in between friends, family. We even grumble and complain to God. God, you did not give me this. He is much more better than me. We keep complaining for each and everything. But in this, it is not. And sometimes we say that it is okay to grumble. It is okay complain. I don't complain about everything. But in this, it is saying that do all things without complaining. It is not given as do some things without complaining, but all things, no matter where you are, what you are doing, you shouldn't complain. And I know that it is very difficult because I am also one of them who keeps complaining that, oh God, why don't I get that? Like after each step, after 11th, 10th, we'll say that, God, I need a good good college. Like in 11th or 12th, we need science stream or commerce stream. We need something good. And then after 12th, people will be like, what next? We are literally fighting a battle each and every phase of our life, and we are like, what next? And then if our fellow church kids, like your own friend maybe might be getting in a good college than you, and then you will be like, why God, I did pray more than him, I did study more than him, but still I did not get what I wanted, but he got what I wanted. We keep grumbling, not just to God but also our family. But we need to stop that. We need to control that. We cannot do it within a day. We need to pray for that. We need to meditate in God's presence. Only then we can control our emotions. So we need to control our attitude for that. The third thing that I would like to say is action. So when it comes to chapter 2 verses 16, holding fast the word of life, so that I may rejoice in the day of Christ, that I have not run in vain or labored. And it is also said that we are amongst a crooked and perverse generation. What does that mean? This is written in AD 62. Do you see something like that around till now? Is it still crooked? Is the world still crooked? Is it changing, or we are still the same? Like Paul has written it too, like AD 62 is quite too long, and we still see things around till now. So are we changing, or we are still the same? Are we in the same crooked world? So how can we be a light among all these people? Or how can we glow in the dark? Are we the same person? We should be different. We should be same wherever you are, and we should light among the ungodly. And how do we do it? We work out in our own salvation. We make sure that we have an attitude, that we remain blameless in Christ, and by our actions. And how? Holding fast the word of life. And how do we do that? Missionary. Like pastor kept talking about it, we need to preach the word of God. How can we light among the church itself? We are called as a light bearer. If we keep shining in the church, it doesn't, we should share our testimony. We should share our we should share things with each other in the church. But if we keep things only in the church, it doesn't work that way. We see our ungodly friends. When we go into the world, we need to preach, we need to testify. Why did we come to this faith? We should not be a light just for ourselves. We need to glow, and we should glow in the dark. So by this, I would like to conclude by saying that we need to work out our own salvation. We need to control our attitude, and our actions should by our action, we should practice, demonstrate, and exhibit the salvation of Christ. Thank you so much. May God bless Thank you you all. so much, Anita. Spirit was working, and I see that you spoke by Spirit. Okay, so powerful message to the ones who have listened carefully. That was really words of wisdom. And thank you once again, Anita. The next is Solo by Sister Benita George.
Praise the Lord. Thank you, Benita, for this beautiful song. The next is Group Action Song by Joel Matthew and Group.
ഒന്നും കേൾക്കുന്നില്ല. Can you hear now? Yes. Okay, so in a very short notice, ഈ action song പഠിപ്പിച്ചത് Benita ആണ്. Very nicely, all four of them, they could do it. Thank you, Benita, and thank you all for two guys. You all did a very good job. Okay, the next one is instrumental music by Joshua and Joanna Sojan. Praise the Lord. We're going to sing Vinti Meri, तुझसे है प्रभु जी. Vinti Meri, तुझसे है प्रभु जी. तेरा हूँ मैं तेरे को सदा. देखूंगा सुंदरता तेरी हरदम. और ना होऊंगा अब तुझसे जुदा. तुझसे है प्रभु जी. तेरा हूँ मैं तेरे घर सदा. देखूंगा सुंदरता तेरी हरदम. और ना होऊंगा तुझसे जुदा. आनंद ऐसा और कहाँ है. यीशु तू ही जीवन की हर खुशी. प्यासा हूँ मैं तेरे लिए. कब मिलूं मैं तुझसे मसीह. आनंद ऐसा और कहाँ है. यीशु तू ही जीवन की हर खुशी. प्यासा हूँ मैं तेरे लिए. कब मिलूं मैं तुझसे मसीह. विनती मेरी तुझसे है प्रभु जी. तेरा हूँ मैं तेरे घर सदा. देखूंगा सुंदरता तेरी हरदम. और ना होऊंगा अब तुझसे जुदा. आशीषों का तू है सौदा. मेरे स्वामी मेरे दाता. महिमा का तू है राजा. करता तेरी आराधना. आशीषों का तू है सौदा. मेरे स्वामी मेरे दाता. महिमा का तू है राजा. करता तेरी आराधना. विनती मेरी तुझसे है प्रभु जी. तेरा हूँ मैं तेरे घर सदा. देखूंगा सुंदरता तेरी हरदम. और ना होऊंगा अब तुझसे जुदा. विनती मेरी तुझसे है प्रभु जी. तेरा हूँ मैं तेरे घर सदा. देखूंगा सुंदरता तेरी हरदम. और ना होऊंगा अब तुझसे जुदा. और ना होऊंगा अब तुझसे जुदा. और ना होऊंगा अब तुझसे जुदा. Praise the Lord. Thank you so much, Joshua and Joanna. So nicely in sync, both of y'all sing so nicely. It was so beautiful to hear you. I would say please explore your talents more and more. Learn new songs, new chords that you are playing. No, God bless you, both of you. The next is a group song by Aksa Jibu and group. Praise the Lord. Greetings to all in the precious name of our Lord and Savior Jesus Christ.
girly group. Very nice, nicely sung. All the different songs you all took and did a mashup. Very nice. It was very sweet to hear. Thank you for that. And the next is, we've come to the last of all the programs. And by God's grace, we could complete 18 programs. And one more thing, that Joanna Samson, she could not, we could not hear her properly. So maybe if is she there, Joanna Samson? ഓൺലൈനിലുണ്ടോ? ഇതിനകത്തുണ്ടോ? ഒരു പ്രാവശ്യം കൂടെ പാടാമോ കുഞ്ഞ്? ജോവാന സാംസൺ ഉണ്ടോ? Is she there? She's not there, I think. നെറ്റ്വർക്ക് ഇഷ്യൂസിൻ്റെ കാരണം നമുക്ക് കേൾക്കാൻ പറ്റില്ല ശരിക്ക്. Maybe for the next PYP, very nicely she was saying I could make out the song also. ഏത് പാട്ടാ പാടുന്നത് അതും കേൾക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ബ്രേക്ക് ആയിപ്പോയി. Anyways, in the PYPA, yes Glenn, in the PYPA she'll be singing. So by God's grace we finished all the programs very well, and all of us, all of the children were energetic, that is why we are called as youths. അപ്പം ഞാൻ ഇന്നാള് August 12th എൻ്റെ മൊബൈലിനകത്ത് ഇങ്ങനെ വന്നു, ഇറ്റ് ഈസ് ഇൻ്റർനാഷണൽ യൂത്ത് ഡേ. For the first time I heard that, or I saw that it is International Youth Day. അങ്ങനെ ഒരു ഡേ ഉണ്ടെന്ന് പോലും ഞാൻ അന്ന് അറിഞ്ഞത്. അപ്പം I was thinking, why is there no International Babies Day or International Old People Day? അങ്ങനൊന്നും ഇല്ലല്ലോ. അപ്പോൾ International Youth Day, there is a reason for it. If youths have been regarded all over the world for a reason, and in the Bible you see that youths have a place, and the reason why youths have a place is because of their strength. The time period from the age of 16 to 22 is normally called as young adults, okay, or they are also called as the youths. The reason why is that it is because of the strength that they possess. The young children, what they possess is the strength. Now in Proverbs chapter 20 verse 29, it says, the glory of young men is their strength, gray hair the splendor of the old. Okay, when you read from the word, you understand. And when you are out in the world also, you understand that you have a power, or you have a strength, or you possess a might to do something, right? We being believers, നമ്മൾ ലോകത്തിൻ്റെ മുന്നിൽ, when you go out in the world, you feel, okay, I need to do something. As a Christian, ഞാൻ വിചാരിക്കും എനിക്ക് യേശുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്നാൽ യേശുവിൻ്റെ കുറിച്ച് എനിക്ക് ആരോടെങ്കിലുമൊക്കെ ഒന്ന് പറയണം, അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയി ആ സാഹചര്യത്തിലെത്തുമ്പം ഒരു ഇത് ഞാൻ ഇപ്പം പറഞ്ഞാൽ മതിയോ അതോ പിന്നെ പറയാം, എന്നാൽ പിന്നെ ആകട്ടെ, പിന്നെ ഒരു അടുത്ത സാഹചര്യം വരുമ്പോൾ ഞാൻ പറയാം. ചിലപ്പം നമ്മുടെ ആ യങ്ഫുൾനെസ് അല്ലെ ആ യൂത്തിൻ്റെ ആ സ്പിരിറ്റ്, ദ സ്ട്രെങ്ത്, നമ്മൾ അവിടെ അങ്ങ് ലൂസ് ആയിപ്പോവും. Now for that in case, like ഇന്നാൾ ഞങ്ങളൊരു സൺഡേ വി വെൻറ്റ് ടു ഓൾഡ് ഏജ് ഹോം. അപ്പം ഞങ്ങളൊരു പ്രോഗ്രാമോ അങ്ങനെ ഒന്നും സെറ്റ് ചെയ്ത് ഞങ്ങൾക്ക് അറിയത്തുമില്ലായിരുന്നു എങ്ങനെയാണ് പോയി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോ ആ പ്രോഗ്രാമൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ബട്ട് ദെൻ ബിനു ആൻറ്റി വാസ് ദേർ വിത്ത് അസ്. അപ്പോൾ ആൻറ്റി വന്ന് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയണം. ജോണിനകത്തു നിന്നുള്ള ഒരു 38 ഇയേഴ്സിൽ തളർന്നു കിടന്ന ഒരാളുടെ ആ സ്റ്റോറി ഈ ഓൾഡ് ഏജ് ഹോമിലുള്ള എല്ലാവരോടും പറയണം എന്ന് ഞങ്ങളവിടെ നിൽക്കുമ്പം ആൻറ്റി പറഞ്ഞു, എനിക്കത് പറയണം, എനിക്ക് ദൈവം പ്രേരിപ്പിക്കുന്നു, ഐ ഹാവ് ടു സേ ഇറ്റ്. When I saw that, I think she is the young person of our church. We are not talking about the age, we are not talking about our color, we are not talking about the ability that we have, but we are talking about the spirit that Lord leads us through. I think Binu aunty, you have set an example, and thank you for that. I will encourage all my fellow sisters and brothers also. We being young,
I would encourage, wherever we go, let us take that spirit. എനിക്കൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് യേശു അപ്പച്ചനെ കുറിച്ച് അവരോട് പറഞ്ഞു. എന്നെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ യേശു അപ്പച്ചൻ്റെ ആ ഭാവങ്ങൾ, യേശു അപ്പച്ചൻ്റെ ആ ക്യാരക്ടേഴ്സ് എന്നിൽ കാണാൻ പറ്റുന്നുണ്ടോ? അതാണോ ഞാൻ ചെയ്യുന്നത്? Help us to, we have to pray to God every day for that. Same, even Anita said, every single time we go out, are we doing the same thing that we do at home? നമ്മൾ പേരൻസിൻ്റെ മുന്നിലായിരിക്കുന്ന അത് തന്നെയാണോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മുന്നിലും? നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ്, ബെസ്റ്റ് ഫ്രണ്ട്സ്, ആ ഫാർ ഫ്രണ്ട്സ്, ആ റിലേറ്റീവ്സ്, നമ്മുടെ ചർച്ചിൽ, നമ്മുടെ പാസ്റ്ററുകളുടെ മുന്നിൽ, ആർ വി ദ സെയിം? വി നീഡ് ടു ബി സെയിം ഈച്ച് ആൻഡ് എവറി പ്ലേസ് ദാറ്റ് വി ഗോ ടു. നമുക്ക് വേറെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആവാൻ പറ്റത്തില്ല. വൺസ് അഗെയിൻ I want to read from Ecclesiastes also, the one verse that I read in the start of it, that is Ecclesiastes chapter 12 verses 1. Remember your Creator in the days of your youth. Okay, in Malayalam you say, ബാല്യകാലത്തിൽ നിൻ സൃഷ്ടാവിനെ അറിഞ്ഞുകൊള്ളുവിൻ, വൃദ്ധനായാലും അത് മറന്നു പോവുകയില്ല. that's what the idea is. what എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പാട്ട് ഞാൻ ചെറുപ്പത്തിൽ മുതൽ കേട്ടതാ. മൈ ഡാഡ് ഹി ബോട്ട് എ CD. അപ്പോൾ ആ CD-ക്കകത്ത് ഉള്ള എല്ലാ പാട്ടും ഞാനും ചേർന്നു എല്ലാ പാട്ടും ഞങ്ങളിങ്ങനെ കേട്ട് അതങ്ങ് ബൈഹാർട്ടാവും. എന്നുവെച്ചാൽ അതാ റിപ്പീറ്റായിട്ട് കേൾക്കും. നമുക്ക് വേറെ TV-യോ നെറ്റോ ഒന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ ഈ പാട്ട് കേട്ട് അതങ്ങ് റിപ്പീറ്റ് ആക്കും. പിന്നെയാണ് നമുക്ക് അതിൻ്റെ മീനിങ് ഒക്കെ പിന്നെയാണ് മനസ്സിലാവുന്നത്. സോ ദെർ വാസ് വൺ സോങ്, ബാല്യകാലത്തിൽ നിൻ സൃഷ്ടാവിൻ ഇഷ്ടം ചെയ്യുവാൻ തുടങ്ങിയിടുക, വൃദ്ധദശയിൽ പ്രവേശിച്ചാലും ഭംഗം വരികില്ലെന്നോർത്തുകൊള്ളുക, വൃദ്ധദശയിൽ പ്രവേശിച്ചാലും ഭംഗം വരികില്ലെന്നോർത്തുകൊള്ളുക. ഓക്കെ, സിമ്പിൾ സോങ്. ബാല്യകാലത്തിൽ നമ്മൾ സൃഷ്ടാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൃദ്ധൻ ആയാലും, ഈവൻ ഇഫ് വി ബിക്കം എൻ ഓൾഡ് മാൻ, വെറെവർ വി ആർ, എത്ര കൂരിരുൾ താഴ്വരെ പോയാലും നമുക്കറിയാം അവിടെ നിന്ന് എങ്ങനെയാണ് തിരിച്ചു വരണം. ബിക്കോസ് ജീസസ് ഇസ് ഇൻ, റൈറ്റ്? നമ്മൾ എത്ര കൂട്ടുകെട്ടിൽ പോയാലും നമുക്കറിയാം ഞാൻ യേശുപ്പച്ചൻ്റെ ഞാൻ എങ്ങനെ ആയിത്തീരണം എന്ന് എനിക്കറിയാം. ഇഫ് യു ഹാവ് ജീസസ്. ഞാൻ കുഞ്ഞ് രാവിലെ എണ്ണിക്കുമ്പോൾ ഞാൻ അവനോട് പറയും, കുഞ്ഞു കൈകൂപ്പ്. അങ്ങനെ നമ്മുടെ പ്രാക്ടീസ്, ഇങ്ങനെ കൈകൂപ്പ്. അപ്പം കൈ കൂപ്പിയിരിക്കും. അപ്പം പറയും സ്തോത്രം പറയും. അപ്പം അവനറിയാം കൈ കൂപ്പാൻ പറയുമ്പോഴേ ഇപ്പം അവനറിയാം സ്തോത്രം അടുത്ത് പറയണ്ട. അപ്പം കൈ കൂപ്പി സ്തോത്രം. ഞാൻ പറയും ഇനി മോൻ പറ. ഞാൻ പറഞ്ഞു യേശുപ്പച്ച രക്ഷിക്കണേ, യേശുപ്പച്ച സൂക്ഷിക്കണേ. ഈ 2 ലൈനാണ് ഇപ്പം കുഞ്ഞിന് പറയാൻ പറ്റുന്നത്. അപ്പോൾ അവനത് പറയും. അപ്പോൾ ഒരു ദിവസം ഞാനാണെങ്കിൽ ഒത്തിരി തിരക്കിലായിപ്പോൾ, രാവിലെ ഓഫീസിൽ പോകേണ്ട എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു. അപ്പം അവനെ എണ്ണിപ്പിച്ചിട്ട് അടുത്ത കാര്യങ്ങളിട്ട് ഞാനങ്ങ് മറന്നുപോയി. അപ്പോൾ അവൻ എന്നോട് പറയും, മമ്മ പ്രാർത്ഥിച്ചില്ല. അപ്പം എനിക്ക് മനസ്സിലായി, ഇതാണ് മമ്മിയും പപ്പയും നമ്മളെ പഠിപ്പിച്ചേക്കുന്ന, പാസ്റ്ററുകളും കുടുംബവും, നമ്മുടെ ഹോൾ ചർച്ച്. ദിസ് ഈസ് വാട്ട് ദി ആർ ടീച്ചിങ് us, that if you pray, if you read Bible, if you are in the Holy Spirit, God will work through you. Thank you so much. This is the conclusion that I had. I would hand over to Shaju uncle for prayer and benediction. Shaju George uncle. ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, പൽക്കാലത്തിനായി സ്തോത്രം. മധ്യാഹ്ന സമയത്ത് നിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, പ്രതിയാൽ യൂത്ത് സൺഡേയുടെ പ്രോഗ്രാമിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ നിന്റെ സന്നിധിയിലായിരുന്നു. ദൈവത്തിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രോഗ്രാമിന്റെ ആരംഭം മുതൽ അവസാനം വരെയും കർത്താവേ നിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കർത്താവേ, കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല നിലയിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുവാൻ കർത്താവ് കൃപ കൊടുത്തതിനായി സ്തോത്രം. നീ അവർക്ക് കൊടുത്തിരിക്കുന്ന കഴിവുകൾക്കായി ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്ന, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, അവരുടെ ജീവിതത്തിൽ കർത്താവ് പകർന്നിരിക്കുന്ന കഴിവുകൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി പ്രയോജനമുള്ളതായി തീരത്തക്കവണ്ണം കർത്താവെ ഹല്ലേലൂയ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളിലൂടെ കർത്താവെ ഹല്ലേലൂയ, യുവതിവാക്കന്മാരിലൂടെ കർത്താവെ നീ കർത്താവെ ഞങ്ങളുടെ മധ്യത്തിൽ അവതരിപ്പിച്ച എല്ലാ പ്രോഗ്രാമുകളെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രതിയാൽ നീ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ,
ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കേട്ട വചനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് കർത്താവെ ദൈവത്തിന് സ്തോത്രം. കർത്താവെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിലനിൽക്കുവാൻ, ഹല്ലേലൂയ, വിശുദ്ധിക്ക് വേണ്ടി നിലനിൽക്കുവാൻ കർത്താവ് അതിലുപരിയായി കർത്താവെ മറ്റുള്ളവരോട് ഞങ്ങൾ കർത്താവെ ദൈവവചനം ഹല്ലേലൂയ അറിയിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം ഞങ്ങൾ എല്ലാവരെയും കർത്താവ് ഒരുക്കണമേ. എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവ് സഹായിക്കണമേ. PYPയുടെ എല്ലാ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. അതിന്റെ ഭാരവാഹികളെ അനുഗ്രഹിക്കണമേ. കർത്താവെ ദൈവത്തിന് സ്തോത്രം. എല്ലാ യൂത്ത്സിനെയും കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ, ദൈവവചനത്തിന്റെ കർത്താവെ മർമ്മങ്ങളെ ഗ്രഹിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരുവാൻ തക്കവണ്ണം കർത്താവെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ വിധത്തിലും കർത്താവ് അനുഗ്രഹിക്കണം. സ്വർഗീയ കൃപയ്ക്കുള്ളിൽ മറയ്ക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. പാസ്റ്റർ ആശീർവാദം പറ. സകല ബുദ്ധിയും കവിയുന്ന പുത്ര പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ കൃപാ സമാധാന കൂട്ടായ്മ നമ്മളുടെ എല്ലാവരോടും, ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും, പ്രത്യേക നമ്മുടെ യൂത്ത്സിനോട് എല്ലാവരോടും കൂടെ ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രിയും ചെയ്യുന്ന, ഇന്ന് പകലും ചെയ്യുന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. പ്രൈസ് ദി ലോർഡ്.